ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാസ്റ്റർ പ്ലാനും മാസ്റ്റർ ബ്രെയിനും അംബിക മഠത്തിന്റെ തന്നെയാ. പക്ഷേ ഇത് നടപ്പിലാക്കിയത് ഞാനാ. എന്റെ ഒരു എമൗണ്ട് ഞാൻ പറയും, കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുമ്പോ അതിങ്ങ് തന്നേക്കണം. ഓ, അത് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ സാറേ? രാധമ്മേ, പേടിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ട്. പേടിക്കണ്ടമ്മേ, കരയാതിരിക്കാൻ. എന്താ SI സാറ് വരാൻ പറഞ്ഞിരുന്നു. എന്താ പേര്? ഇതെന്റെ അമ്മയാ, രാധമ്മ. ശരി. സർ, രാധമ്മ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറ. ശരി സർ. നിങ്ങളോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. വാമേ. ഒന്നും ഉണ്ടാവില്ല. ഇങ്ങോട്ടേക്ക്. നമസ്കാരം സാർ. കൂട്ട നമസ്കാരമൊന്നും വേണ്ട. ഇത് ക്ഷേത്രത്തിന്റെ തിരുനടയൊന്നും അല്ല. പൊതുമര്യാദ അനുസരിച്ച് ചെയ്തു പോയതാണ് സാർ. സാറിനത് വേണ്ടെങ്കിൽ വേണ്ട. നടന്നത് ഒരു കൊലപാതകമാ. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുവാ. അതിലൊരു സംശയവുമില്ല. ഞങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആരും അത് വിശ്വസിക്കില്ലല്ലോ സാർ. തെളിവല്ല ഈ സ്ത്രീക്കെതിരാ. കോടതിയും പോലീസും ഒക്കെ നോക്കുന്നതേ തെളിവുകളല്ലേ മിസ്റ്റർ? ഒറ്റ കാര്യം മാത്രമേ എനിക്ക് അറിയാനുള്ളൂ. പ്രതിയായ രാധമ്മയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണോ അതോ ഒരു സെറ്റിൽമെന്റിന് തയ്യാറാണോ? സാറ് സെറ്റിൽമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് ഞാൻ പരാതിക്കാരിയായ ശ്രീലക്ഷ്മിയോടും അവളുടെ ഭർത്താവ് ഹരീഷിനോടും സംസാരിച്ചു. അതനുസരിച്ച് അവര് വിട്ടിരിക്കുന്നതാ ഈ രുക്മിണി മാഡത്തെ. കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് അവർക്കാണ്. അതിനൊരു കോമ്പൻസേഷൻ കൊടുത്തേ പറ്റൂ. ഒരു ചെറിയ ഡിമാൻഡാണ് ഇവർ പറയുന്നത്. ഒരു 15 ലക്ഷം. എന്തു പറയുന്നു? ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നോ അതോ കോടതിയിലേക്ക് പോകുന്നോ? വേണ്ട സാർ, ക്യാഷ് കൊടുക്കാം. എനിക്കൊരു 10 മിനിറ്റ് തരണം. അമ്മേ, നിങ്ങൾ എന്തിനാ കരയുന്നേ? മകളുടെ കുഞ്ഞിനെ കൊല്ലുമ്പോഴേ ഓർക്കണമായിരുന്നു. സർ പ്ലീസ്, നിങ്ങൾ പറയുന്ന എന്ത് ഡിമാൻഡിനും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ? വീണ്ടും എന്തിനാ ഹരാസ് ചെയ്യുന്നത്? അകലേ നോവിനാലേ